ചെമ്പട്ട് മുല്ലമന. നിധി ഒളിഞ്ഞുകിടക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മന സ്വന്തമാക്കാനുള്ള രക്തബന്ധുക്കളുടെ ആഭിചാരങ്ങൾക്കും കുടിലതന്ത്രങ്ങൾക്കും ഇരയായി നിരവധി ജന്മങ്ങൾ ഇവിടെ ഹോമിക്കപ്പെട്ടു. നിസ്സഹായതയുടെ നിലവിളികൾ ഗർവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ബദിരകർണങ്ങൾക്ക് മുമ്പിൽ നിഷ്പ്രഭമായി. ജീവിച്ചു കൊതിതീരാത്ത മനുഷ്യജന്മങ്ങൾ മർക്കടമുഷ്ടിക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു. ഒടുവിൽ കാലം കണക്ക് ചോദിച്ചു തുടങ്ങിയപ്പോൾ പ്രാമാണ്യത്തിൻ്റെ കൊടിയടയാളങ്ങൾ ഓരോന്നായി നിലംപൊത്തി തുടങ്ങി. ഉച്ചി തൊട്ട കൈകൾ ഉദകക്രിയ ചെയ്യുന്ന ദുർവിധി വേട്ടയാടിയ അധികാര ദുർമേധസ്സുകൾക്ക് കാലത്തിൻ്റെ നീതിബോധത്തിനു മുമ്പിൽ തരിച്ചു നിൽക്കേണ്ടി വന്നു. ഉദ്വേഗഭരിതമായ ചങ്ങലയുടെ രണ്ടാം ഭാഗം തുടർന്ന് കാണുക. കുഞ്ഞനെ ഇടയ്ക്കല്ലുണ്ടിട്ട് മാണെങ്കിൽ പഠിച്ചോനെ ഓനെ 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 ഇടയ്ക്കൽ പഠിച്ചോനെ ഓനെ അയ്യോ കുട്ടിയാരെ പണി നയിച്ചുകൊണ്ട് പോറ്റാനുള്ള ഉണ്ടനാണല്ലോ പഠിച്ചോനെ. ഞാൻ ആരുണ്ട് എനിക്കുണ്ട് കുട്ടിയെ എന്നെ പോറ്റാനുള്ള കുട്ടിയാണുള്ളത് എടുക്കണത് പഠിച്ചോനെ. എന്നെ ആര് നോക്കാനുള്ളത്? ആരോട് വയ്ക്കണം ഞാനതൊക്കെ? ഓനെ കുഞ്ഞേ കുട്ടിയെ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചത്തോന്നറിയാൻ. അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മയെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നിർത്തടാ. നീയും ജീവിക്കുന്നത് എന്റെ കാരുണ്യത്തിലാണ്. നിന്നെ ഞാൻ കൊല്ലാതിരുന്നത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഏറാട്ടുമനയിലെ ഗായത്രിയെ നീ സ്വന്തമാക്കിയാണ്. അതൊന്നും നിങ്ങളെ ഇഷ്ടത്തിനല്ല, എനിക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ ആ മോഹനി നടക്കില്ല. മാർത്താണ്ഡരുമായുള്ള നിങ്ങൾ ഈ നരനായോട്ടുണ്ടല്ലോ, അതിനി നടക്കില്ല. ഇറങ്ങിപ്പോടാ, എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ആർക്ക് വേണം നിങ്ങൾ ഈ ഔദാര്യം? ഒന്നോർത്തോ, കാലമൊന്നിനും കണക്ക് ചോദിക്കാതിരിക്കില്ല. ആ ദുർവിധി നിങ്ങളെയും തേടി വരും, ഓർത്തോ. ഇറങ്ങിപ്പോടാ. എന്തായി കാര്യങ്ങൾ? അതൊക്കെ പറയാം. അമ്മവ ഇതങ്ങ് കഴിക്ക്. കാര്യം സാധിച്ചു അല്ലേ?
മിടുക്കന്മാർ. അവന്റെ കഥ കഴിച്ചു, കുത്തി കൊടൽമാല പുറത്തു വന്നു. പക്ഷേ എന്ത് പക്ഷേ? അവളെവിടെ? അവളെ കിട്ടിയില്ല തമ്പുരാനെ. ഞങ്ങൾ തെരയാൻ ഇനി ബാക്കിയില്ല. മിണ്ടിപ്പോകരുത് വിഡ്ഢികൾ. നമുക്ക് അവളെയാണ് വേണ്ടതെന്ന് അറിയില്ലേ കഴുതകളെ? മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിന് നിൽക്കരുത്. തമ്പുരാനെ, 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 ഏറാട്ടുമനയിലെ ഗായത്രിയെ കാണാനില്ലെന്ന് മൂത്തോറന്റെ മകന്റെ കൂടെ ഒളിച്ചോടുന്ന സംസാരം. പിന്നെ നീ എന്തെങ്കിലും കേട്ടോ? എന്താ തമ്പുരാനെ? ഒന്നുമില്ല. എന്ത് കേട്ടാൽ ഇവിടെ വന്ന് പറഞ്ഞോണം. നീ വെക്കോ. മാർത്താണ്ട, എന്താ അമ്മാവ? ആ ചെക്കന്റെ ശവം എവിടെ? അത് കാവുമല്ലയിൽ തള്ളി. അതവിടെ കിടക്കരുത്. എത്രയും വേഗം അതവിടുന്ന് മാറ്റണം. അടുത്തുള്ള ഏറാട്ടുമനയിലെ സിന്ധുവിന്റെ പറമ്പിൽ കൊണ്ടുപോയി തള്ളണം. മനസ്സിലായോ നിനക്ക്? ഇത് സിന്ധു പൈരവി ചെയ്തതാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. ഇവരല്ലാതെ മറ്റാരും ഈ കാര്യം അറിയരുത്. പിന്നെ അതിലും പ്രധാനം ഗായത്രി എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വേഗം പോയിക്കോളൂ. മാർത്താണ്ട, അമ്മാവന്റെ കയ്യിൽ ഒരു കണക്ക് പുസ്തകമുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ എല്ലാ കണക്കും ഞാൻ വീട്ടും. മനസ്സിലായോ നിനക്ക്? അത് എനിക്കറിയാം അമ്മാവ. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. വേഗം പോയിക്കോളൂ. വെരിനടാ. ഹോട്ടലുകൾ തെറ്റിക്കാനുള്ളതല്ല, അതൊക്കെ അതിൻ്റെതായ സമയത്ത് ചെയ്തു തീർക്കാനുള്ളതാണ്. തിരുമേനി എവിടെ സിന്ധു തമ്പുരാട്ടി? എനിക്കൊന്നും അറിയില്ല. മോളുടെ വിവരം എന്തെങ്കിലും? അതും എനിക്കറിയില്ല. മുത്തോറന്റെ മകന്റെ ശവം ഇവിടുത്തെ പറമ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തമ്പുരാട്ടി ചെയ്യിച്ചതാണെന്നാ നാട്ടിലൊക്കെ സംസാരം. തമ്പുരാട്ടിക്ക് ഇതൊക്കെ കഴിയോ? ആ സംബന്ധം പറയരുത്. വീറും വാശിയും അല്പം കൂടുതലാണെങ്കിലും അവളൊരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കുന്ന ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? തമ്പുരാട്ടി എവിടെ? എനിക്കൊന്നും അറിയില്ലാത്ത ഞാൻ പറഞ്ഞില്ലേ. ഞാനൊരു പാപം നമ്പൂതിരിയാ. കൊല്ലും കൊലയൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊന്ന് പോയി തരുമോ? ഒരു സ്വസ്ഥത വേണം. സിന്ധു തമ്പുരാട്ടി മുങ്ങി. പാവം നമ്പൂരി കൊടുങ്ങും. പോലീസ് നാട്ടിലാകെ അരിച്ചു പെറുക്കുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ? ഹലോ. തിരുമേനി, അൻവർ വക്കീലാണ്. നമ്മുടെ ചെമ്പട്ട് മുല്ലമന കേസ് നാളെയാണ് വിധി. ഇതുവരെയുള്ള സാധ്യത അനുസരിച്ച് നമുക്ക് അനുകൂലമാകാനാണ് സാധ്യത. സംഗതി ഒക്കെ സന്തോഷമുള്ള കാര്യം വക്കീലേ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ ഞാൻ അറിഞ്ഞു. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇതൊരുമാതിരി പഠിക്കൽ കൊണ്ട് കലമുടച്ചതുപോലെ ആയല്ലോ. അവളൊന്നും ചെയ്തില്ല വക്കീലേ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണം. പേടിക്കേണ്ട തിരുമേനി, ഞാനില്ല ഇവിടെ. അന്വേഷണം എന്തെങ്കിലും ആകുന്നത് വരെ സിന്ധു അവിടെ തന്നെ നിൽക്കട്ടെ. കുറച്ചു കാലത്തേക്ക് അവരെ ആരും ഫോണിൽ പോലും ബന്ധപ്പെടണ്ട. തിരുമേനിക്ക് കാര്യഗൗരവം മനസ്സിലായല്ലോ. ഉവ്വ് വക്കീലേ. മാർത്താണ്ട, കോടതി വിധി നമുക്ക് അനുകൂലമോ പ്രതികൂലമോ എന്തും ആയിക്കോട്ടെ, ഇന്ന് തന്നെ മനയിൽ കടന്ന് അറയിലെ നിധി നമുക്കെടുക്കണം. അമ്മാവ ഇന്ന് തന്നെയോ? ഇനി വൈകിക്കൂടാ. നമ്മുടെ പദ്ധതികളൊക്കെ പാളിപ്പോകും. ഇന്ന് രാത്രി തന്നെ പോകണം. പക്ഷെ ആകെ ഒരു അസ്വസ്ഥത, ചില തടസ്സങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നു. നീ ആയില്ലേക്കാവിലെ വെളിച്ചപ്പാടിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരും. ശരി അമ്മാവ.
ആ ആ ഞാൻ നിന്നെ മറന്നുപോകുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് വെറുതെയാണ്. ഞാനോ നീയോ വിചാരിച്ചാൽ പോലും എനിക്ക് നിന്നെയും നിനക്കെന്നെയും മറക്കാൻ കഴിയില്ല. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. മറ്റുള്ളവരെ അനുകരിക്കാൻ എനിക്കറിയില്ല. ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടത്തില്ല, സ്നേഹിച്ചാൽ ജീവനും കൊടുക്കും. എൻ്റെ തിരുമേനിയെ അത്ര കണ്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ? ചെമ്പട്ടുമുല്ല മന നമുക്ക് സ്വന്തമായാൽ പിന്നെ നീ പറയാൻ എന്തും ഞാൻ സാധിച്ചു തരും. അതിന് എൻ്റെ തിരുമേനിയുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. ഐദ്രു, ഇന്നിനി ആരെ എക്കരെ കടത്തണ്ട, മനസ്സിലായല്ലോ? രാത്രി